ഹലോ എവ്രി വൺ. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നൊരു സാറ്റർഡേ. ഇന്ന് ആക്ച്വലി എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ ബൂം ബാങ്കിൻ്റെ വീഡിയോസ് കാണാറുണ്ടോ നിങ്ങൾ? അപ്പോൾ അവരുടെ ഒരു ഡെയിലി വ്ളോഗ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ ഡെയിലി വ്ളോഗ്സ് കാണാറുണ്ട്. അപ്പോൾ അതിൽ ബൂം ബാങ്ക് ഒരു ദിവസം തിരാമിസു കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടപ്പോൾ മുതൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അവിടേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ടുണ്ട്. ഈ വാറിൻ്റെ ബേസിസിലാണെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ഇന്ന് ലുലു പോയപ്പോൾ സ്പെഷ്യലായിട്ട് 2 സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മുടെ ചക്ക. ഇത് നമ്മുടെ ചക്കയല്ല, ഇത് തായ്ലൻഡിലെ ചക്കയാണ്. പക്ഷെ ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഈ വർഷത്തെ ആദ്യമായിട്ട് ഞാൻ ചക്ക കഴിക്കുകയാണ്. തായ്ലൻഡ് ചക്ക 5 പീസേ ഉള്ളൂ. 5 പീസിന് 5 point something dirhams. ഓക്കെ, ഞാനപ്പോൾ അതാദ്യം കഴിച്ചു നോക്കട്ടെ. കാണാനൊക്കെ രസമുണ്ട്. നമ്മളവിടുത്തെ അത്ര പഴുത്തില്ല, എങ്കിലും ചക്ക കഴിച്ചൊരു സംതൃപ്തി. ഓക്കെ, അതാണ് ഈ ചക്ക ഇസ് ഓക്കെ, ഫൈൻ. അടുത്തത് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ കണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ള സാധനം പാമ്പാന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ കണ്ട സ്നേക്ക് ഫ്രൂട്ടാണ് ഇത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സ്നേക്ക് ഫ്രൂട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാനും. ഇത് ആക്ച്വലി തൊടുമ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കുത്തണ ഒരു ഫീലൊക്കെ ഉണ്ട്. ആൻഡ് കാണുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് സീ നമുക്കിതെങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോണ്ടല്ലോ കുറച്ച് ഹാർഡാണ് ഇതിൻ്റെ ഈ തോട്. ആൻഡ് പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ കുത്തിക്കയറും. സോ ഇങ്ങനെയാണ് ഇത് പൊട്ടിക്കുന്നത്. പൊട്ടിക്കാൻ വലിയ കുഴപ്പമില്ല. ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അത്ര ഫ്രഷാണോന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ കളർ എന്നെനിക്കറിയില്ല. ഇങ്ങനെയാണോ ഇത് ഇരിക്കുക എന്നും എനിക്കറിയില്ല. എനിവേസ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ചക്കച്ചോള പോലെ തന്നെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് വെള്ള കളറാണോ മഞ്ഞ കളറാണോ അറിയില്ല. ഇതിൻ്റെ ഇപ്പോൾ എന്തായാലും കുറച്ച് ഇങ്ങനത്തെ ഒരു കളറാണ്. എനിക്കറിയില്ല ഇത് കേട് വന്നതാണോ നല്ലതാണോ എന്നും എനിക്കറിയില്ല. എനിവേസ് ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. ഈ പീസ് കഴിച്ചു നോക്കാം അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കണം കേട്ടോ. കഴിച്ചു നോക്കട്ടെ. നമ്മളൊരു ചക്കയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കേട്ടോ. കുറച്ച് പുളിയുണ്ട്. ബട്ട് ഇപ്പം ഞാൻ കഴിച്ച ചക്കേനൊക്കെ ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് ഇതിന്. പക്ഷെ ചക്ക പോലെ തന്നെ ഒരിച്ചിരി പുളിയുണ്ട്, മധുരമുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരി, ഓക്കെ, കമ്മിങ് ബാക്ക്. അപ്പോൾ ഞാൻ സ്നേക്ക് ഫ്രൂട്ട് കഴിച്ചു, നമ്മുടെ ചക്കപ്പഴവും കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരാമിസു ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഐ സെഡ് ഏർലിയർ ഭയങ്കര വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ബൂം ബാങ്കിൻ്റെ സെയിം റെസിപ്പി ഞാൻ ഫോളോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ഇത് നല്ല ടേസ്റ്റിൽ വരുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഇതൊരു ട്രയൽ വേർഷനാണ്. ഇത് നന്നായിട്ട് വന്നാൽ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പേരെനിക്കറിയില്ല. എന്തോ ഒരു ലേഡി ഫിംഗർ, ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് ബൂം ബാങ്ക് പറഞ്ഞ സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സാധനം, ഈ സ്റ്റിക്സ് ഈ ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന സാധനം. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് കുറച്ച് ക്രീം ചീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഫുൾ ക്രീം പാല് മേടിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ കോഫി പൗഡർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര. ഓക്കെ, പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ബട്ട് ഐ തോട്ട് ഓഫ് പുട്ടിങ് സം ഇങ്ങനത്തെ ബിസ്ക്കറ്റ്സ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതിൻ്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളതും ഇപ്പോൾ എനിക്ക് ആസഫിന് അറിയില്ല. ബട്ട് ലെറ്റ് സീ ഹൗ ഇറ്റ് ഇസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിതിൽ 3 എഗ് യോക്കാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ടയുടെ മഞ്ഞ.
ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ വലിയ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. പക്ഷെ അത് ഭയങ്കരമായിട്ട് കുക്കാവാനും പാടില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം 3 വലിയ സ്പൂൺ പഞ്ചസാര, ഇതിൽ മാത്രമേ പഞ്ചസാര അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഇത് വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എനിവേസ് ഞാൻ 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. വെള്ളം തിളക്കണതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇതിനെ എങ്ങനെയൊന്ന് ഞാൻ ഇതാക്കി കൊടുക്കും, മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ഒരു 5 മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്രീം ചീസ് വിസ്ക് ചെയ്തെടുക്കാം. ക്രീം ചീസ് നമുക്കിത് വിസ്ക് ചെയ്ത് എടുക്കാം. ഫ്രഷ് ക്രീമാണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്രീം ചീസിലേക്ക് ഫ്രഷ് ക്രീം, ഇത് ഒരു 200 ഗ്രാംസ് ഉണ്ടാവും ഫ്രഷ് ക്രീം. നോക്കട്ടെ എത്രയാണ് ഗ്രാമേജ് എന്ന്. മറ്റേതൊരു 300 ഉണ്ടായിരുന്നു. സോ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വാനില എസൻസ് ഒരു ടേസ്റ്റിന് മാത്രം. ഓക്കെ, ഇത് ഞാൻ കുറച്ച് അധികം നേരം വിസ്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മറ്റേ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെയാണ് വിസ്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച് എഗ്ഗിൻ്റെ മിക്സ്ചർ പതുക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, ഈ സ്പൂൺ ഇത്ര ഇട്ടത് ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചറാണ് അതിൽ കാണേണ്ടത്, എനിക്കത്ര ക്രീം അല്ല. ഇനി പാത്രങ്ങളൊക്കെ ഞാൻ കഴുകണ്ടേ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എനിക്ക്. ഇവിടെ ഞാൻ കോഫിയും കുറച്ച് പഞ്ചസാരയും കൂടെ ഒരു ഡിക്കോഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ലേഡീസ് ഫിംഗർ ആ സാധനം ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ലെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ലെയറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെക്കാം. 1 2 3 4 7 ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് കൺസിസ്റ്റൻസി ലൂസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. കുറച്ചും കൂടെ കട്ടിയാവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഞാൻ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിൽ കൊക്കോ പൗഡറോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ബൂസ്റ്റ് ലെവൽ 1 ഡൺ. നോ ലെവൽ 2. ഒന്നും കൂടെ ഡിക്കോഷനിൽ മുക്കുക.
പ്ലേസ് ചെയ്യുക. ഓക്കെ, 1 നോക്കുമ്പോഴേക്കും തന്നെ ഇത് സോഗി ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. ലാസ്റ്റ് ലെവൽ നമ്മൾ അതിനൊരു ഗാർണിഷിന് വേണ്ടി കുറച്ചും കൂടെ ബൂസ്റ്റ് പൗഡറും കൂടി ഇടുകയാണ്. ലിറ്റിൽ കോഫി ഓൺ ദ ടോപ്പ്. ഞാനിതിൽ നമ്മൾ മേടിച്ച പാല് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓൾറെഡി എൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് ഞാൻ പാല് യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അവിടെ ഇവിടെ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതിനെ നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നത്. നമുക്ക് തുറന്ന് നോക്കാവേ. ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ, ബിക്കോസ് എനിക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിക്കാനും ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണം. ബാക്കി ഞാൻ ഇത്ര തന്നെ ഫ്രീസറിലാണ് വെച്ച്, ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. സോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല കോഫീൻ്റെ മണമുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. യെസ്, awesome. അടിപൊളിയാണ്. ചെറിയൊരു പുളിയും നല്ല കോഫീൻ്റെ ടേസ്റ്റും ആവശ്യത്തിനുള്ള മധുരമുള്ളൂ. ഇനി ഞാൻ ബിസ്ക്കറ്റ് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പുറത്തേക്ക് എടുത്തത്. എനിവേസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വായും കൂടെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ സെറ്റാക്കാൻ വയ്ക്കാം. അതേപോലെ അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ സക്സസ്ഫുൾ ആട്ടോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി, ബൈ.